ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ വെച്ച് നടന്ന 33ാമത് സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വൻ നേട്ടം. സ്വർണ്ണ മെഡൽ നേടി തിരിച്ചെത്തിയ മത്സരാർത്ഥികളെ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മലപ്പുറം പുലാമന്തോളിലെ ISKയിലെ കായിക താരങ്ങളാണ് മികച്ച വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയത്. സെപ്റ്റംബർ 21 മുതൽ 26 വരെ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് കേരളം മികച്ചു നിന്നത്. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ഈ കായിക താരങ്ങൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 38 കായിക താരങ്ങളാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കേരളത്തിന് 13 സ്വർണവും 1 വെങ്കലവും ലഭിച്ചതിൽ 7 സ്വർണവും 1 വെങ്കലവും മലപ്പുറം പുലാമന്തോൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ISKയുടെ കായിക താരങ്ങൾക്കാണ് ലഭ്യമായത്. സ്വർണം നേടിയ 11 കായിക താരങ്ങൾ അടങ്ങിയ വുഷുവിലെ പ്രധാന ഇനമായ തവലു ഗ്രൂപ്പ് ഇവന്റ് വിഭാഗത്തിനെ നയിച്ചത് മലപ്പുറത്തിന്റെ ISK മുഹമ്മദ് ജാസിലാണ്. കൂടാതെ ഡ്യുവൽ ഇവന്റ് വിഭാഗത്തിൽ മുഹമ്മദ് ജാസിലും മുനീറും മലപ്പുറത്തിന്റെ സ്വർണ്ണ നേട്ടത്തിന് കരുത്തേകി. മുൻ വർഷങ്ങളിൽ നിരവധി തവണ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അടക്കം ഗോൾഡ് മെഡൽ നേടിയ പുലാമന്തോൾ ISK മാർഷൽ ആർട്സിലെ വുഷു കായിക താരങ്ങളായ മുഹമ്മദ് ജാസിൽ K, മുനീർ V എന്നിവരാണ് ഇത്തവണ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. പുലാമന്തോൾ ISKയിലെ ചീഫ് ഇൻസ്ട്രക്ടർമാരായ പുളങ്കാവ് മുഹമ്മദ് അലിയുടെയും സാജിദയുടെയും മകനാണ് മുഹമ്മദ് ജാസിൽ. വിളയൂർ ഓട്ടുപാറ വയലശ്ശേരി കുഞ്ഞിപ്പുവിൻ്റെയും ഷെഹർ ബാനുവിൻ്റെയും മകനാണ് മുനീർ. പുളിങ്കാവ് കല്ലുവെട്ടുകുഴിയിൽ മനോജിൻ്റെയും രോഹിണിയുടെയും മകളായ നയന മനു 1 സ്വർണവും 1 വെങ്കലവും, പുളിങ്കാവ് കുപ്പൂത്ത് സാജിദയുടെ മകനായ മുഹമ്മദ് ഹാരിസ് ഗോൾഡ് മെഡലും നേടി. അത്തിപ്പറ്റ നൂറുകുണ്ടിൽ അസീസിൻ്റെയും റംലയുടെയും മകനായ മുഹമ്മദ് സാലിഹാണ് മറ്റൊരു സ്വർണ്ണ നേട്ടം കൊയ്തത്. സ്വർണം നേടിയ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കായിക താരങ്ങളെയും പരിശീലകൻ ISK മുഹമ്മദ് അലിയെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും BNI ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ കായിക താരങ്ങളെ പൊന്നാട അണിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൗക്കത്ത്, മലപ്പുറം വുഷു അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് PN, വുഷു അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അലി ISK, പുലാമന്തോൾ പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ഹസീന മൊയ്തീൻകുട്ടി മാസ്റ്റർ, BNI പെരിന്തൽമണ്ണ പ്രസിഡന്റ് റഫീഖ് എന്നിവർ സ്വീകരണ പരിപാടിയിൽ കായിക താരങ്ങളെ അനുമോദിച്ച് സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഡെറാഡൂണിൽ നടന്ന ദേശീയ സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടാണ് നമ്മുടെ ഈ നിൽക്കുന്ന അഭിമാന താരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുള്ളത്. അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ജനകീയ സ്വീകരണമാണ് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ നൽകിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആർമിയിലും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടുന്ന പല മത്സരാർത്ഥികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് NSKയുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഈ ഗോൾഡ് മെഡൽ നേടി ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ 5 പേരുണ്ട്. ആ 5 പേരെയും ഈ നാടിനു വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ മുനീർ, അതുപോലെ തന്നെ ഹാരിസ്, ജാസിൽ, നയന, സ്വാലിഹ്, ഈ 5 പേരും നമ്മുടെ അഭിമാന താരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഡെറാഡൂണിൽ വെച്ച് നടന്ന 33ാമത് സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 13 ഗോൾഡ് മെഡലും 1 ബ്രോൺസ് മെഡലും നേടിയിരിക്കുകയാണ് കേരള ടീം. ഈ കേരള ടീമിൽ നമ്മുടെ പുലാമന്തോൾ ISKയിൽ നിന്ന് തന്നെ, അതായത് മലപ്പുറം ജില്ലയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ കായിക താരങ്ങളായ ഈ 5 പേരും നമുക്ക് 7 ഗോൾഡ് മെഡലും 1 ബ്രോൺസ് മെഡലും മലപ്പുറം ജില്ലയുടെ അഭിമാനമായിട്ട് തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ഗ്രൂപ്പ് ഈവൻറ്റിലാണ് നമുക്ക് 13 മെഡൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡ്യുവൽ ഈവൻറ്റിൽ 2 ഗോൾഡ് മെഡലും ഇൻഡിവിജ്വൽ ഈവൻറ്റിൽ നയനാമന് 1 ബ്രോൺസ് മെഡലുമാണ് നേടിയിട്ടുള്ളത്. കേരളത്തിന് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. കാരണം സീനിയറിൽ മെഡൽ വരിക എന്നുള്ളത് വളരെ അപൂർവമുള്ളൊരു കാര്യമാണ്. അതായത് സർവീസസ് ആർമിക്കാരൊക്കെ ഉള്ള നല്ല ഒരു ടോപ്പ് മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ നിന്ന് തന്നെ സീനിയറിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു മെഡൽ നേട്ടം നമ്മുടെ കേരളത്തിന് വരുന്നത് എന്നുള്ളതിൽ അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇവൻറ്റിനെ ലീഡ് ചെയ്തത് നമ്മുടെ ISKയിലെ നമ്മുടെ സ്റ്റുഡൻ്റായിട്ടുള്ള മുഹമ്മദ് ജാസിലാണ്. ജാസിലിൻ്റെ മോനും കൂടിയാണ്. ജാസിലായിരുന്നു ഈ ഗ്രൂപ്പ് ഇവൻറ്റിൻ്റെ ടീം ക്യാപ്റ്റൻ. അതേപോലെ തന്നെ ഡ്യുവൽ ഈവൻറ്റിൽ 2 ഗോൾഡ് മെഡലും വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഈവൻറ്റിൽ 1 ബ്രോൺസ് മെഡലും വന്നിട്ടുണ്ട്. കേരളത്തിന് ആകെ കിട്ടിയ മെഡലുകൾ ഈ ഗ്രൂപ്പ് ഇവൻറ്റും ഡ്യുവൽ ഈവൻറ്റുമാണ്.
അതിൽ നമുക്ക് ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ടാണ് ഗോൾഡ് മെഡൽ എന്നുള്ള രീതിയിൽ കേരളം ആദ്യമായിട്ടാണ് കരസ്ഥമാക്കുന്നത്. ഈ ഇന്നേ വരെയുള്ള വുഷുവിൻ്റെ ചരിത്രത്തിൽ സീനിയറിൽ നമ്മൾ വിരലിലെണ്ണാവുന്ന മെഡലുള്ളൂ സീനിയറിൽ ഇതുവരെ കേരളത്തിന് കിട്ടിയിട്ട്. ഒരു ഓർമ്മ കറക്റ്റാണെന്നുണ്ടെങ്കിൽ 3 മെഡൽ, അതിൻ്റെ മേലേക്ക് കേരളത്തിന് ഇതുവരെ മെഡൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമാണ്. സീനിയർ നാഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ മഷു മുന്നേ പറഞ്ഞ പോലെ തന്നെ ആർമി, CRPF, ആസാം റൈഫിൾസ് അങ്ങനത്തെ ഒരുപാട് ടീമുകൾ, സ്പോർട്സ് ടീം തന്നെ ഒരു 5-6 ടീമുകളുടെ ഇടയിൽ നിന്ന് കേരളത്തിന് മെഡൽ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര സംഭവമായിട്ടാണ് ഉള്ളത്.